സംഭവം. അമ്മയ്ക്ക് മുലപ്പാല് കുറവായതിനാൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് തിളപ്പിച്ചാറിയ വെള്ളം. ഗർഭകാലത്ത് SC/ST വകുപ്പ് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്ന് ദമ്പതിമാരായ അഞ്ജുവും സുനിലും പറയുന്നു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ ട്രൈബൽ പ്രൊമോട്ടർ ഇതിനെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് വളർച്ചയില്ലെന്ന് പോലും അറിഞ്ഞിട്ട് അവിടെ വെച്ച് ആരും നമ്മളോട് വിളിച്ച് ചോദിച്ചൊന്നുമില്ല. ഇവിടെ വന്നിട്ട് 3 മാസം ആവുന്നു ഇപ്പൊ ഞങ്ങൾ വന്നിട്ട്. ഇതുവരെ അവർ വന്ന് അന്വേഷിച്ചില്ല കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് പോലും. പിന്നെ നമുക്ക് പിന്നെ ബില്ലും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുപോലും അവർ വന്ന് നോക്കിയൊന്നുമില്ല. ഉഷയാണ്, ഞാൻ ഉഷയെ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്താണ്, അയൽവക്കമാണ് രണ്ടുപേരും. ഇത് ഏത് വാർഡാണിത്? ഇത് ആറ്റൻകോവിൽ ക്ഷേത്രം വാർഡാണ്. ക്ഷേത്രം വാർഡാണ്. അപ്പൊ ഈ നമ്മുടെ ശ്രദ്ധ പെട്ടപ്പോൾ സാറേ, ഞാൻ പറയാം സാറേ, നമ്മുടെ ശ്രദ്ധ പെട്ടപ്പോൾ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ അവിടെ പോയി ഇവരെയായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ അച്ചൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ റേഞ്ച് ഓഫീസർ ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ കൊല്ലം PKM കോളേജിന്റെ ഹോസ്പിറ്റലുകാര് 1 മാസത്തേക്കിനുള്ള ഫുഡ് അവർക്ക് കൊടുക്കാമെന്ന് ഒരു ഓഫർ ചെയ്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് എന്ത് വേണമെന്നാണ് അവർ സഹായം ചോദിക്കുന്നത്? അവർക്ക് കുട്ടിക്ക് പോഷകാഹാരം പിന്നെ ഉള്ള ആഹാരത്തിനുള്ള സാധനം വേണമെന്നും, അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് ആഹാര സാധനം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ തുടർന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ചേരുകയാണ്. കണ്ണൻ, അതായത് എന്ത് തരത്തിലുള്ള അവഗണനയാണ് ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളതാണ്. ST പ്രൊമോട്ടർമാരെ നിയമിക്കുന്നത് അവർ ഈ തരത്തിൽ എല്ലാ തരത്തിലും അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടും അവരുടെ മുന്നോട്ടുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് അവരുടെ മുന്നോട്ടുള്ള ജീവിതം അന്തരീക്ഷം അത് മികച്ചതാക്കാനും വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിന് പകരം തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്നത്. ഗതികേട് എന്ന് പറയേണ്ടി വരും. കാര്യം ഒരു അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്കും ആ ഗതി ഉണ്ടാകരുത്. ഞാനും ഒരു രക്ഷിതാവാണ്. ആ സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ ഹൃദയം പൊട്ടുന്ന രീതിയിലാണ് എനിക്ക് ആ വാർത്ത കാണാൻ സാധിച്ചത്. കാര്യം പൂർണ്ണ വളർച്ച എത്താതെ ജനിച്ച കുഞ്ഞുങ്ങളാണ്. 3 ആഴ്ചക്കാലം SITയിൽ ശിശുരോഗ വിഭാഗത്തിലെ ICUവിൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ്. അതിനുശേഷം അവർ നേരെ അവരുടെ നാടായ അച്ചൻകോവിലേക്ക് വരുന്നു. അച്ചൻകോവിൽ വന്ന ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ST പ്രൊമോട്ടറാണ്. അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കുടുംബം. സാധാരണ ഇത്തരത്തിൽ ആദിവാസി സ്ത്രീകൾ ഗർഭിണിയാകുന്ന സമയത്ത് മാസം 2000 രൂപ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ഭാഗമായി തന്നെ നൽകാറുണ്ട്. ഇപ്പോൾ പ്രസവം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 2 മാസത്തിന് മേളായിരിക്കുന്നു. ഏതാണ്ട് 12-13 മാസമായിരിക്കുന്നു. ഇതുവരെ ഒരു പൈസ പോലും നൽകിയിട്ടില്ല. അതിനെക്കുറിച്ച് ST പ്രൊമോട്ടറോട് ചോദിച്ചപ്പോൾ അവർക്ക് അപേക്ഷ നൽകിയില്ല. അപേക്ഷ നൽകിയതായിട്ടുള്ള ആൾക്കാർ നേരെ പോയി അവരുടെ ആപ്ലിക്കേഷനൊക്കെ എഴുതി വാങ്ങി സാധാരണ ഒരു ഒപ്പ് മാത്രമായിരിക്കും അവരെ കൊണ്ട് ഈ രക്ഷിതാക്കളെ കൊണ്ട് ഇടിയിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള